Okay, welcome back. നമ്മളൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ എങ്ങനെയാണ് നമുക്കൊരു ഇൻഡയറക്റ്റ് മെത്തേഡിൽ പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഫാബ് ലിമിറ്റഡ് ഹാഡ് ഫോളോയിങ് ദ ഫിനാൻഷ്യൽ ഡാറ്റ ഫോർ ദ ഇയർ എൻഡഡ് 31st March 2020. പെർട്ടിക്കുലേഴ്സ് തന്നിട്ടുണ്ട്, എമൗണ്ട് തന്നിട്ടുണ്ട്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ് തന്നിട്ടുണ്ട് 75 lakh ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ 75 lakh തന്നിട്ടുണ്ട്. അതേപോലെ ഡിവിഡൻഡ് ഡിക്ലെയർഡ് തന്നിട്ടുണ്ട്. നെറ്റ് ഇൻകം തന്നിട്ടുണ്ട് 17 lakh തന്നിട്ടുണ്ട്. കോമൺ സ്റ്റോക്ക് അഥവാ ഈ ഷെയർ ഇഷ്യൂഡ് എന്ന് പറഞ്ഞിട്ട് 33 lakh തന്നിട്ടുണ്ട്. അക്കൗണ്ട്സ് റിസീവബിൾ എന്ന് പറയുന്ന അസറ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് 12 lakh തന്നിട്ടുണ്ട്. ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിപ്രീസിയേഷൻ തന്നെയാണ്. ഗുഡ് വില്ല് അതേപോലെ ഇൻടാഞ്ചിബിൾ അസറ്റിന്റെ മുകളിലുള്ള ഡിപ്രീസിയേഷനെ വിളിക്കുന്ന പേരാണ് ഏതാ, അമോർട്ടൈസേഷൻ എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് കോൾഡ് 3,50,000 തന്നിട്ടുണ്ട്. പ്രൊസീഡ്സ് ഫ്രം സെയിൽ ഓഫ് അസറ്റ് വിറ്റപ്പോ സാധനം എന്ത് ചെയ്തിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ അസറ്റ് വിറ്റപ്പോ നമുക്ക് എന്തോ ക്യാഷ് വന്നിട്ടുണ്ട്. സോ അത് എത്ര വന്നിട്ടുണ്ട്, 6 ലക്ഷം വന്നിട്ടുണ്ട്. സെയിൽ അസറ്റ് വിറ്റു എന്നുള്ളതാണ് പറയുന്നത്. ഗെയിൻ ഓൺ സെയിൽ ഓഫ് അസറ്റ് വിറ്റപ്പോൾ നമുക്ക് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്ര വന്നിട്ടുണ്ട്, 50,000 വന്നിട്ടുണ്ട്. Then based on the above, the ending cash 31st March 2020, assuming the opening balance 47 lakh, 47 ലക്ഷമാണ് ഇവരുടെ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത്. സോ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോന്ന് നോക്കാം. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ money spent by a business organization on acquiring or maintaining a fixed asset. ഒരു ഫിക്സഡ് അസറ്റ് വാങ്ങിക്കുന്നതിനോ അത് അക്വയർ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനോ വേണ്ടി വരുന്ന ചെലവാണ് ഇതെന്ന് പറയുന്നത്. ഇതിനു വേണ്ടി നമ്മൾ എത്ര എമൗണ്ട് സ്പെൻഡ് ചെയ്താലും അതിനെ വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അത് എന്ത് ആക്ടിവിറ്റിയാണ്, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയാണ്. ഒപ്പം നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്ത് ഫിഗർ ആയിരിക്കും, മൈനസ് ഫിഗർ ആയിരിക്കും. കാരണം എന്താ, നമുക്ക് ചെലവായിട്ടുള്ള പൈസയാണ്, നമുക്ക് പോയിട്ടുള്ള പൈസയാണ്. ഡിവിഡൻഡ് ഡിക്ലെയർഡ്, ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എവിടെ എടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിവിഡൻഡ് ഡിക്ലെയർഡ് എന്ന് പറഞ്ഞാൽ ഡിവിഡൻഡ് കൊടുക്കാം എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ, കൊടുത്തിട്ടില്ല. ദാറ്റ് മീൻസ് ഡിവിഡൻഡ് ഡിക്ലെയർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു സംഭവത്തിലും എടുക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോ നിങ്ങൾ അത് എടുക്കുകയാണ്, ഡിവിഡൻഡ് ഡിക്ലെയർഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയാണ്, അപ്പൊ നമ്മൾ എടുത്തിട്ടില്ലെങ്കിൽ നോട്ടായിട്ട് കൊടുക്കണം, ഡിക്ലെയർഡ് ആണ്, സോ നോട്ട് പെയ്ഡ് ആണെന്ന് നമ്മൾ എന്ത് ചെയ്യണം, നോട്ട് കൊടുക്കണം. അതല്ല ഇനി നമ്മൾ എടുത്തു എന്ന് വിചാരിക്കുക, സോ വി ആർ അസ്യൂമിങ് ദാറ്റ് ഇറ്റ് ഇസ് പെയ്ഡ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, കൊടുക്കണം. അപ്പൊ പെയ്ഡ് ആണെങ്കിൽ നമ്മൾ എവിടെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിൽ എന്ത് ചെയ്യണം, നമ്മൾ എടുക്കുകയും വേണം. സോ ദാറ്റ് ഈസ് കോൾഡ് ഡിവിഡൻഡുമായി ബന്ധപ്പെട്ടിട്ട് പറയുന്ന കാര്യം എന്ന് പറയുന്നത്. സോ നെറ്റ് ഇൻകം തന്നിട്ടുണ്ട് ഇല്ലേ, നെറ്റ് ഇൻകം നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. നെറ്റ് ഇൻകം എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ഒരു എന്ന് പറയാ തുടങ്ങുമ്പോൾ ഉള്ള ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ എടുക്കേണ്ട കാര്യമാണ് ഏതാ. ഫസ്റ്റ് നമ്മൾ നിങ്ങളുടെ ഫോർമാറ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് നമ്മൾ എടുക്കുന്ന കാര്യമാണ് നെറ്റ് ഇൻകം എന്ന് പറയുന്നത്. കോമൺ സ്റ്റോക്ക് ഇഷ്യൂഡ് എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. ഏത് ആക്ടിവിറ്റിയാണ്, സ്റ്റോക്ക് അല്ലെങ്കിൽ ഷെയർ ഇഷ്യൂ ചെയ്താൽ അതൊരു എന്ത് ആക്ടിവിറ്റിയാണ്, ഫിനാൻസിങ് ആക്ടിവിറ്റിയാണ്. ഏതാണ്, മൈനസ് ഫിഗർ ആണോ പോസിറ്റീവ് ഫിഗർ ആണോ, നമുക്ക് പൈസ വരില്ലേ, സോ അത് എന്ത് ഫിഗർ ആണ്, പോസിറ്റീവ് ഫിഗർ. അക്കൗണ്ട്സ് റിസീവബിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അസറ്റ് ആണ്. അസറ്റ് ഇൻക്രീസ് സംഭവിച്ചു. അസറ്റ് ഇൻക്രീസ് ചെയ്താൽ അത് എടുക്കേണ്ടത് എവിടെയാണ്, ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിലാണ്. ഫിഗർ എന്തായിരിക്കണം, മൈനസ് ഫിഗർ ആയിരിക്കണം. ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എക്സ്പെൻസ് ഉണ്ട്. ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എക്സ്പെൻസ് എന്താണ്, ഫസ്റ്റ് നമുക്ക് നമ്മൾ ഏത് ആക്ടിവിറ്റിയാണ്, ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയാണ്. നമുക്ക് ഏത് ഫിഗർ ആണ് വരിക, പോസിറ്റീവ് ഫിഗർ ആണ് വരിക. ദെൻ പ്രൊസീഡ്സ് ഫ്രം ദ സെയിൽ ഓഫ് അസറ്റ്. എന്ന് പറയുക അസറ്റ് വിറ്റു എന്നാണ് പറഞ്ഞത്. അസറ്റ് വിറ്റാൽ അത് എന്ത് ആക്ടിവിറ്റിയാണ്, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയാണ്. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിൽ ഏത് ഫിഗർ ആണ്, പോസിറ്റീവ് ഫിഗർ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ട്രീറ്റ് ചെയ്യാം. ദെൻ നമ്മൾ ഒരു കാര്യം കൂടി ഉണ്ട്, ഏതാണ്, ഗെയിൻ ഓൺ സെയിൽ ഓഫ് അതോ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്. അസറ്റ് വിറ്റപ്പോൾ നമുക്ക് 50,000 രൂപ കിട്ടി.
50,000 രൂപ അവിടെ പ്രോഫിറ്റ് ആണ് ലോസ് ആണെന്ന് പറഞ്ഞത് സ്പെസിഫൈ ചെയ്തതുകൊണ്ട് അത് എന്ത് ആക്ടിവിറ്റി ആണ്? ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ആണ്. ഒപ്പം ഏത് ഫിഗർ ആണ്? മൈനസ് ഫിഗറും ആണ്. സോ ഇതാണ് ഇതിന്റെ ടേം എന്ന് പറയുന്നത്. നമ്മൾ നേരെ എന്ത് ചെയ്യുന്നു? ഓരോന്നും ഡിവൈഡ് ചെയ്തു നമ്മൾ നേരെ പ്രോബ്ലത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ എന്നുള്ളത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഇൻഡയറക്റ്റ് മെത്തേഡ് എന്ന് കൊടുക്കുക. ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ കണ്ടുന്നു. നെറ്റ് ഇൻകം എത്രയാണ്? 17 ലക്ഷം രൂപ. ദെൻ അതിന്റെ ഒപ്പം ഏത് കൂട്ടുന്നു? ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എത്ര നമുക്ക് തന്നിരിക്കുന്നത്? 3,50,000 രൂപ. ദെൻ അതിൽ നിന്ന് ഈ പറയപ്പെട്ട എമൗണ്ടിൽ നിന്ന് എന്തൊക്കെ കുറക്കുന്നു? ഗെയിൻ ഓർ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്. പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസറ്റ് എത്രയുണ്ട്? 50,000 രൂപയുണ്ട്. ദെൻ ഇൻക്രീസ് ഇൻ അക്കൗണ്ട്സ് റിസീവബിൾ. അക്കൗണ്ട്സ് റിസീവബിൾ എത്ര ആയിട്ട് കൂടിയിട്ടുണ്ട്? 12 ലക്ഷമായിട്ട് കൂടിയിട്ടുണ്ട്. സോ ഡിഫറൻസ് നോക്കി നോക്കാം. 17 ലക്ഷത്തിൽ നിന്ന് 17 ലക്ഷമല്ല 20,50,000 നിന്ന് 12,50,000 നമ്മൾ എന്ത് ചെയ്തു? മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 8 lakh rupees. ഇറ്റ്സ് ആൻ ഇൻഫ്ലോ അഥവാ ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ഫ്രം ആക്ടിവിറ്റി അഥവാ നമുക്ക് കിട്ടിയിരിക്കുന്ന സംഭവമാണ്. ക്യാഷ് ഫ്ലോ ഫ്രം ആണ്, യൂസ്ഡ് അല്ല. ക്യാഷ് ഫ്ലോ ഫ്രം ആക്ടിവിറ്റി. സോ നെക്സ്റ്റ് വൺ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അടുത്ത നമുക്ക് കാണേണ്ടത് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ആണ്. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു നമ്മൾ അസറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്ന ചെലവാണ്. സോ നമുക്ക് എമൗണ്ട് ഔട്ടാണ് സംഭവിച്ചിട്ടുള്ളത്. സോ എന്ത് സംഭവിച്ചു? ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ നമുക്ക് ഇത്ര രൂപ ചെലവ് വന്നിട്ടുണ്ട്. എത്ര? 75 ലക്ഷം രൂപ നമുക്ക് ചെലവ് വന്നിട്ടുണ്ട്. നമ്മൾ അതെന്ത് നെഗറ്റീവ് ഫിഗർ ഇട്ടു. പ്രൊസീഡ്സ് ഫ്രം സെയിൽ ഓഫ് ആ അസറ്റ് വിറ്റപ്പോൾ കുറച്ച് പൈസ നമുക്ക് ഇങ്ങോട്ട് വന്നു. ആ കിട്ടിയതിന് നമ്മൾ എന്ത് ചെയ്തു? പോസിറ്റീവ് ഫിഗർ ആയിട്ട് കാണിച്ചു. തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. ഇൻവെസ്റ്റിംഗ് ക്യാഷ് യൂസ്ഡ് ഇൻ ആക്ടിവിറ്റീസ് എത്ര വരുന്നു? 75 ലക്ഷത്തിൽ നിന്ന് 6 ലക്ഷം മൈനസ് ചെയ്തപ്പോൾ നമുക്ക് 69 ലക്ഷം രൂപ കിട്ടി. ആൻഡ് ദ ലാസ്റ്റ് വൺ ദാറ്റ് ഈസ് കോൾഡ് ഫിനാൻസിങ് ആക്ടിവിറ്റി. ഫിനാൻസിങ് ക്യാഷ് ഫ്ലോയില് എത്രയാണ്? കോമൺ സ്റ്റോക്ക് ഒറ്റ കാര്യം മാത്രമേ വന്നിട്ടുള്ളൂ അല്ലെ? കോമൺ സ്റ്റോക്ക് ഇഷ്യൂഡ് അഥവാ ഷെയർ ഇഷ്യൂ ചെയ്തു. നമുക്ക് പൈസ എന്ത് ചെയ്യും? ഇൻഫ്ലോ വന്നു. ഇൻഫ്ലോ വന്നപ്പോൾ എത്ര വന്നിട്ടുണ്ട്? 33 ലക്ഷം രൂപ ഇൻഫ്ലോ വന്നു. സോ നമുക്കതിൽ ഫിനാൻസിങ് ക്യാഷ് ഫ്ലോ ഫ്രം ആക്ടിവിറ്റി ക്യാഷ് ഫ്ലോ ഫ്രം ആക്ടിവിറ്റി എത്രയാണ്? 33 ലക്ഷം രൂപ. സോ നെറ്റ് ക്യാഷ് ഇൻക്രീസ് ഓർ ഡിക്രീസ് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നു? കാണുന്നു. നെറ്റ് ക്യാഷ് ഇൻക്രീസ് ഓർ ഡിക്രീസ് നോക്കി നോക്കാം. ഇവിടെ 33 ലക്ഷം രൂപ അല്ലെ? ഇവിടെ 33 ലക്ഷം രൂപയുണ്ട്. ഫിനാൻസിങ് ആക്ടിവിറ്റി പോസിറ്റീവ് ഫിഗർ 33 ലക്ഷം രൂപ. ദെൻ ഇവിടെ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി നെഗറ്റീവ് ഫിഗർ എത്രയുണ്ട്? 69 ലക്ഷമുണ്ട്. ഇവിടെ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എത്രയുണ്ട്? 8 ലക്ഷം രൂപ പോസിറ്റീവ് ഫിഗർ ആണ്. സോ 33 ലക്ഷവും 8 ലക്ഷവും കൂടി കൂട്ടി അതിൽ നിന്ന് 69 ലക്ഷം രൂപ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഫിഗർ എന്ന് പറയുന്നത് ഏതാണ്? 28 ലക്ഷം രൂപ. നെറ്റ് ഡിക്രീസ് നെറ്റ് ചേഞ്ച് അഥവാ ഡിക്രീസ് ഇൻ ക്യാഷ് ദാറ്റ് ഈസ് ഈക്വൽ ടു 28 lakh rupees. ദെൻ ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് എത്ര തന്നിട്ടുണ്ട്? 47 lakh തന്നിട്ടുണ്ട്. സോ ഫൈനൽ ബാലൻസ് ഈസ് കോൾഡ് 19 lakh rupees. നമുക്ക് എന്ത് ചെയ്യും? ഫൈനൽ ബാലൻസ് കിട്ടുകയും ചെയ്യും. സോ ആദ്യം നമുക്കൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ആ പ്രോബ്ലത്തിൽ തന്നെ നിങ്ങൾ അത് ഏത് ആക്ടിവിറ്റി ആണെന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ആക്ടിവിറ്റി ഏതാണെന്ന് നോട്ട് ചെയ്യുന്നു. നമുക്ക് ഔട്ട് ആണോ ഇന്നാണോ നോക്കുക. നമുക്ക് ലാഭമാണോ നഷ്ടമാണോ ഉണ്ടായിട്ടുള്ളത് എന്ന് നോക്കുക. ദെൻ ആ രീതിയിൽ അതിനെ കാണുകയും ചെയ്യും. ഓക്കെ, താങ്ക് യു സോ മച്ച്. മനസ്സിലായിട്ടുണ്ടോ? വിശ്വസിക്കുന്നു.